നല്ല സൂപ്പറായിട്ട് നല്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡെയിലി പറ്റുമെങ്കിൽ ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക്. അത് വന്നിട്ട് നമ്മൾ ചെയ്യും തോറും നമ്മുടെ സ്കിന്ന് വന്നിട്ട് കൊറിയൻ ഗ്ലാസ് സ്കിൻ ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ സ്കിന്ന് തിളങ്ങും, സൂപ്പറായിട്ട് തിളങ്ങും. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. നിങ്ങൾ ചെയ്ത് നോക്കൂ. രാത്രിയിലോ രാവിലെ നിങ്ങൾക്ക് സമയമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കാണെങ്കിലും ഇത് ബെറ്ററാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സീമ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് വേണമെങ്കിൽ അതിലൊരു ഇൻഗ്രീഡിയൻറ്റ് ഒഴിവാക്കിയിട്ട് അതിൽ ആഡ് ഓൺ ചെയ്യാവുന്ന ബാക്കി കാര്യങ്ങളുണ്ട്. അത് വീണ്ടും ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് 3 ഇൻഗ്രീഡിയൻ്റ് എന്നുള്ളത് 2 ഐറ്റംസ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് എക്സിമ പോലെയുള്ള കണ്ടീഷൻ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ എടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആർക്കെങ്കിലും ഇപ്പം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഗസ് ചെയ്യണം, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അയച്ചു കൊടുക്കണമെങ്കിൽ അയച്ചു കൊടുക്കാവുന്നതാണ്, ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യുന്നതനുസരിച്ചാണ് ആ സ്കിന്ന് യങ്ങായിട്ടിരിക്കുക. എത്ര കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ അവരുടെ സ്കിന്ന് തീരെ കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് കൊടുക്കില്ലേ, അതേപോലെ കുട്ടികൾ വളരും തോറും നമ്മൾ അവരുടെ സ്കിന്ന് കെയർ ചെയ്യില്ല, കുട്ടികളായാലും പെൺകുട്ടികളായാലും. പക്ഷേ അവർക്ക് വീക്ക്ലി വൺസ് നമ്മൾ അവരുടെ സ്കിൻ ആൻഡ് ഹെയർ കെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഭയങ്കര ഹെൽത്തി ആയിരിക്കും. അവരുടെ സ്കിൻ ആൻഡ് ഹെയർ ഭയങ്കര ഹെൽത്തി ആയിരിക്കും, സൂപ്പറായിട്ടിരിക്കും, ഭയങ്കര ലുക്കിംഗ് ഗുഡായിരിക്കും, ബേബി സ്കിന്ന് കിട്ടും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ബെസ്റ്റായിട്ട് നമ്മുടെ കുട്ടികൾക്കും നല്ലതാണ്. ഈ ഒരു സംഭവം കുട്ടികൾക്കും നല്ലതാണ് കേട്ടോ, ഹെയറിനും നല്ലതാണ്. ഇപ്പം ഞാനിത് ഫേസിൻ്റെ 1 സൈഡാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഫേസിൻ്റെ 1 സൈഡും പിന്നെ നെക്ക് ഓൾ ഓവർ ദ നെക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഈ ഒരു പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ ഈസിയാണ്. അതേപോലെ തന്നെ ഇത് ഒരുപാട് അങ്ങ് ഡ്രൈ ആയി സ്കിൻ വലിയത്തൊന്നുമില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മൾ പേടിക്കണ്ട. ചില പാക്കുകൾ നമ്മളിടുമ്പം അത് ഡ്രൈ ആയിട്ട് സ്കിന്ന് വലിയും, പ്രത്യേകിച്ച് എഗ് വൈറ്റ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ സ്കിന്ന് വലിയുന്നോർത്തത് കുറ്റമല്ല, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ കെയർ ചെയ്യണം. ഇതാവുമ്പോൾ പിന്നെ അങ്ങനെയില്ല. ഇത് 10 to 20 മിനിറ്റ്സ് വരെ നമുക്കിത് ഫേസിൽ വെച്ചേക്കാട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു 15 മിനിറ്റ്സ് ആണ് വെച്ചത്. എന്നിട്ട് ഇത് വൈപ്പ് ഓഫ് ചെയ്തപ്പോൾ നിങ്ങൾ നോക്കിക്കാൻ എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. നല്ല ക്ലിയറായി, നല്ല സോഫ്റ്റായി, നല്ലൊരു ഗ്ലാസ് ഫിനിഷ് കിട്ടിയിട്ടുണ്ട് എൻ്റെ ആ ഒരു വസ്തുള്ള സ്കിന്നിന്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല സൂപ്പറാണ് കേട്ടോ. ഇതിപ്പോൾ ഡെയിലി ചെയ്താൽ നമുക്ക് നല്ല എഫക്റ്റ് കിട്ടും. ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 വീക്കിൽ തന്നെ റിസൾട്ട് കിട്ടും. റിസൾട്ട് ഒരു വട്ടം ഇട്ടാൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഒരു എക്സിസ്റ്റിംഗ് റിസൾട്ടാണ് വേണ്ടതെങ്കിൽ 1 വീക്കിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് എക്സിസ്റ്റിംഗ് ആയിട്ട് കിട്ടും. സ്കിന്ന് ബ്രൈറ്റൻ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്മൂത്ത് ആവും, ഗ്ലാസ് സ്കിന്നാവും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ പാക്കിന്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി, വ്യത്യാസം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് 1 സൈഡ് ഫേസ് മാത്രം ഇട്ടിരുന്നത്. ഞാനപ്പോൾ അതർ സൈഡും കൂടി ഇട്ടിട്ട് അതും ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് വൈപ്പ് ഓഫ് ചെയ്ത് കളയാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇത് വൺ ടൈം ട്രൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്കത് നിലനിന്ന് പോകണമെങ്കിൽ, നമുക്ക് നല്ലൊരു റിസൾട്ട് ലാസ്റ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ നമുക്കത് കണ്ടിന്യൂസ്ലി ചെയ്യണം. ഡെയിലി ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാത്ത, ഒരു പ്രശ്നങ്ങളും വരാത്ത ഒരു പാക്കാണ്. ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിന് ഒരു പ്രോബ്ലം വരാത്ത പാക്കാണ് ഇത്. നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു പാക്കിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. സൂപ്പറായിട്ടുള്ള പാക്കാണ്. അപ്പം നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ റൈസ് വാട്ടറാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നത്തിങ് ബട്ട് നമ്മുടെ കഞ്ഞിവെള്ളം ആക്ച്വലി ഊറ്റിയെടുത്ത കഞ്ഞിവെള്ളമല്ല. നമ്മൾ കുക്കറിലൊക്കെ കഞ്ഞി വെക്കുമ്പം കുറച്ച് തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം കിട്ടുമല്ലോ, അതൊന്ന് കൂൾ ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു ജെല്ലി ഫോമിൽ കിട്ടും. ഇൻ കേസ് ജെല്ലി ഫോമിൽ അല്ലെങ്കിലും കുഴപ്പമില്ല. ജെല്ലി ഫോം നമുക്ക് അപ്ലൈ ചെയ്യാൻ ഈസിയാണ്. വേറെ തിക്കായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നും അതിൽ ആഡ് ചെയ്യണ്ട. ഫേസിൽ കട്ടിക്ക് അപ്ലൈ ചെയ്യാൻ ഈസിയാണ്. അതുകൊണ്ടാണ് ജെല്ലി ഫോമിൽ ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ അതിലേക്ക് ഞാൻ ഒരു 5 ഡ്രോപ്സ് കോക്കനട്ട് ഓയിൽ, വിർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നല്ല ആട്ടിയ വെളിച്ചെണ്ണ, പിന്നെ ഒരു സാഷറ്റ്, 2 രൂപയുടെ സാഷറ്റ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല തൈര്, ഒരുപാട് പുളിയില്ലാത്ത തൈര്. അത്രയും സാധനങ്ങളാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് എക്സീമ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ ഓയിൽ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഗ്ലിസറിൻ അല്ലാത്തവർക്കും ആഡ് ചെയ്യാവുന്നതാണ്. നല്ല എഫക്റ്റുള്ള, മീൻസ് ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. കോക്കനട്ട് ഓയിലും അവർക്ക് നല്ലതാണ്. ഇപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. ഇത് നല്ല റിസൾട്ട് കിട്ടുന്ന, നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഒരു പൈസ ചിലവില്ലാത്ത നല്ല സൂപ്പറായിട്ടുള്ള പാക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി
മന്ത്ലിയോ ഓൾട്ടർനേറ്റീവ് ഡേയ്സോ വീക്ക്ലി ടോയ്സോ അങ്ങനെ എങ്ങനെ വേണേലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ.